ഇന്നൊരു നാച്ചുറൽ ഹെയർ ഡേയുടെ വീഡിയോ ആണ്. 2 ആഴ്ച മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതിനുശേഷം ഞാനിപ്പോഴാണ് കേട്ടോ ഡൈ ചെയ്യുന്നുള്ളത്. ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുടി കുറച്ച് നരക്കാനൊക്കെ തുടങ്ങും. കാരണം നമ്മളിത് നാച്ചുറൽ ഡൈ ആണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ചെയ്യേണ്ടി വരും. ഒരു പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ തന്നെ കുറച്ചധികം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാൻ എളുപ്പമാവും. അപ്പോൾ 2 പ്രാവശ്യത്തേക്കുള്ളത് ഒരുമിച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ഡൈ ഉണ്ടാക്കാനായി ആദ്യം കുറച്ച് കരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മൈലാഞ്ചി ഇലയാണ്. ഒരു പിടി മൈലാഞ്ചി ഇല എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. അതിൻ്റെ പകുതി കറിവേപ്പില എടുക്കുന്നുണ്ട് കേട്ടോ. മൈലാഞ്ചി ഇല എടുത്തതിൻ്റെ പകുതി കറിവേപ്പില എടുക്കുന്നുണ്ട്. അത് ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുവരെ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. ഇത് സാധാരണ ഞാൻ ഉപയോഗിക്കുന്ന ഒരു നാടൻ രീതിയിലാണ് കേട്ടോ. അധികം വേറെ സാധനങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ ഇത് ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതൊന്ന് മൂടി വെക്കാം. മൂടി വെച്ച് ഇത് കരിഞ്ജീരകം ഒന്ന് പൊട്ടുന്നത് കേൾക്കും. ആ സമയത്ത് നമുക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കരിഞ്ജീരകമൊക്കെ നന്നായി പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിത് മൂടി വെക്കണ്ട കേട്ടോ. ഇലയൊക്കെ നന്നായി വാടിയിട്ടുണ്ട്. ഇനി ഇതേപോലെ ഇളക്കി നല്ല കറുപ്പ് കളർ വരുന്നവരെ ഇതേപോലെ വറുത്ത് കൊടുക്കണം. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ വറുക്കരുത് കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് ഞാനിതൊന്ന് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. കൈ കൊണ്ട് തന്നെ ഞാൻ പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചൂടുണ്ടെങ്കിൽ ഒരു കയ്യിലൊരു തുണിയോ എന്തെങ്കിലും പിടിച്ചതൊന്നിങ്ങനെ ഇതുപോലെ പൊട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് നന്നായി വറുത്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ പൊട്ടിച്ച് കൊടുക്കുന്നുള്ളത്. പിന്നെ എനിക്കൊരു 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ ഇത് ഹെന്ന ഇട്ട് കഴിഞ്ഞാലും കുറച്ച് നരയൊക്കെ കാണാൻ തുടങ്ങും. ചിലപ്പോൾ എനിക്ക് എവിടെയും പോകാനില്ലെങ്കിൽ ഞാനൊരു 3 ആഴ്ച കഴിയുമ്പോൾ മാത്രമേ അടുത്ത പാക്ക് ഇടാറുള്ളൂ. ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ വീണ്ടും പാക്ക് ഇട്ട് തുടങ്ങും കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ ആ വറുത്തത് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയുടെ ചെറിയ ജാറിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഒട്ടും തരിയില്ലാതെ വേണം അരിച്ചെടുക്കാൻ. പിന്നെ നമുക്ക് അധികം നര വരാതിരിക്കാനുള്ള ഒരു ടിപ്പ് കൂടി ഞാൻ പറഞ്ഞു തരാം. നമ്മൾ സ്ഥിരം തേക്കുന്ന എണ്ണയുണ്ടല്ലോ, അതിലേക്ക് ഈ പൊടിച്ച് വെച്ച പൊടിയിൽ നിന്നും കുറച്ചെടുത്ത് നമ്മൾ ആ എണ്ണയിലിട്ട് മിക്സ് ചെയ്ത് വെക്കണം. എന്നിട്ട് ആ എണ്ണ ഒരു 4 ദിവസമെങ്കിലും നമ്മൾ വെയിൽ കൊള്ളിക്കണം. നല്ല വെയിലത്ത് ഇത് മൂടിയിട്ട് ഗ്ലാസ് ജാറിലോ സ്റ്റീൽ പാത്രത്തിലോ വെക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്ലാസ്റ്റിക് ജാറിലേക്ക് മാറ്റാം. ഇത് വെയിലത്ത് വെക്കുമ്പോൾ ഒരിക്കലും പ്ലാസ്റ്റിക് ജാറിൽ വെക്കരുത് കേട്ടോ. അതായിരിക്കണം നമ്മളെപ്പോഴും മുടിയിൽ തേക്കേണ്ടത്. അപ്പോൾ നമ്മൾക്ക് അധികം നര അങ്ങനെ കാണില്ല കേട്ടോ. കുറച്ചായിട്ടേ കാണുള്ളൂ. അധികം പെട്ടെന്ന് ഇങ്ങനെ വെളുത്ത് കാണില്ല മുടി. അതാണ്. ഇപ്പോൾ ഞാൻ മുഴുവനായും അരിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പം എണ്ണയിലൊന്നും ഇട്ട് വെക്കുന്നില്ല. ഞാൻ ഇട്ട് വെച്ച എണ്ണ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതാണ് കേട്ടോ എൻ്റെ എണ്ണ. ഇതുപോലെ ഇട്ട് നല്ല ഒരു 4 ദിവസം വെയിലത്ത് വെച്ചതിന് ശേഷം നമുക്ക് എപ്പോഴും മുടിയിൽ തേച്ചാൽ മതി. ഇനിയിപ്പോൾ ഇതെങ്ങനെ നമ്മൾ ഉണ്ടാക്കി നോക്കാം. ഇതിനുവേണ്ടി ഒരു ഡിക്കോഷൻ തയ്യാറാക്കുന്നുണ്ട്. ഇതിലേക്ക് ഒന്നുമില്ല, 2 സ്പൂൺ ചായപ്പൊടിയും പിന്നെ ഉള്ളിത്തൊലിയാണ് കേട്ടോ ഇത്. അതും കൂടിയിട്ട് നന്നായി തിളപ്പിച്ച് എടുത്തതാണ് ഈ വെള്ളം. ഇനി ഈ വെള്ളം വെച്ച് നമുക്ക് ഒന്ന് അരച്ചെടുക്കാനുണ്ട്. ഇനി വേണ്ടത് ബീട്രൂട്ടാണ്. ഇതിൽ നിന്ന് ഒരു കഷ്ണം ബീട്രൂട്ട് എടുക്കുന്നുണ്ട്. ബീട്രൂട്ടും ഈ ഡിക്കോഷനും ഒരിക്കലും നമ്മൾ ഒഴിവാക്കരുത്. നമുക്ക് നല്ല മുടിയിൽ കറുപ്പ് കിട്ടണമെങ്കിൽ ഇതെല്ലാം നിങ്ങൾ ചെയ്തേ പറ്റൂ. അപ്പോൾ നിങ്ങൾ പകുതി മാത്രം കണ്ടിട്ട് അത് ചെയ്തിട്ട് കളർ കിട്ടുന്നില്ല പറയരുത്. ഈ ബീട്രൂട്ടും ഒരു 5-6 ചെമ്പരത്തി പൂവും കൂടി ചേർത്ത് ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കറ്റാർവാഴയും ചേർക്കുന്നുണ്ട് കേട്ടോ. കറ്റാർവാഴ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ ബീട്രൂട്ട് എന്തായാലും ഒഴിവാക്കരുത്. ബീട്രൂട്ട് ചെമ്പരത്തിപ്പൂവും നമ്മൾ മുടിക്ക് നല്ലതാണ്. കാരണം നമ്മൾ ഈ ഹെന്നയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ റഫായി നിൽക്കും. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ കറ്റാർവാഴയും ചെമ്പരത്തിപ്പൂവൊക്കെ ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇനി ഇത് നമ്മുടെ നേരത്തെ ഉണ്ടാക്കിയ ആ ഡിക്കോഷൻ വെച്ചിട്ടാണ് ഇത് അരച്ചെടുക്കേണ്ടത്. കറ്റാർവാഴ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സ്മൂത്തായി അരച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇത് അരിക്കണമെന്നില്ല, അത്രയും സ്മൂത്തായി നമുക്കിത് അരിഞ്ഞ് കിട്ടും. ഇപ്പോൾ ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സ്മൂത്തായി നിങ്ങൾക്ക് അരിഞ്ഞ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് അരിച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ മുടിയിൽ ഹെന്ന ചെയ്യുമ്പം ചിലപ്പോൾ അത് അധികം പിടിക്കില്ല മുടിയിൽ. അതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ ഇത് നല്ല സ്മൂത്തായി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ മിക്സ് ചെയ്യുന്നത് നോക്കാം. ഇനി ഇത് നമ്മൾ ആ പൊടിയിലേക്ക് ഡയറക്റ്റ് ഒഴിച്ച് നമുക്കിത് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് ഉണ്ടാക്കിയ ഉടനെ മുടിയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഒരു ദിവസം വെക്കുകയൊന്നും വേണ്ട. പിന്നെ നമുക്ക് അന്ന് മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടതുണ്ടെങ്കിൽ മാത്രം പിറ്റേ ദിവസം ചെയ്താലും മതി. ഇപ്പോൾ ഇന്ന് ഞാൻ ഇത് ഉണ്ടാക്കുമ്പോൾ വൈകുന്നേരമായി. അപ്പോൾ എനിക്കിന്ന് സമയമില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ നാളെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊന്ന്
കുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അധികം ലൂസായി നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാകും. പക്ഷേ കുറച്ച് ലൂസാകുമ്പോൾ ഇതുപോലെ ഉണ്ടാകുമ്പോൾ ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് നാളെ രാവിലെ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഈ ഹെന്നയ്ക്ക് നല്ല കളർ കിട്ടും കേട്ടോ മുടിയിൽ ചെയ്യുമ്പോൾ. അതിന് വേണ്ടിയാണ് നീര് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ മൂടി വെക്കുന്നുണ്ട്. പിറ്റേ ദിവസമാണ് ഞാൻ മുടിയിൽ അപ്ലൈ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇത് കുറച്ച് ലൂസായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും. പക്ഷേ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ചേർത്ത് കൊടുക്കാണ്ട് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഞാൻ മുടിയിൽ അപ്ലൈ ചെയ്യുന്നുള്ളത്. അപ്പോഴത്തേക്ക് തന്നെ ഇത് കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. പക്ഷേ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നീലാമരി പൊടിയാണ്. 1 സ്പൂൺ ഇൻഡിഗോ പൗഡറാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഇപ്പം നമുക്ക് ഒരു ദിവസമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഹെന്നയൊക്കെ ഇതുപോലെ വറുത്ത് പൊടിച്ച് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അപ്പം തന്നെ നമ്മളെ മുടിയിൽ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ആ സമയത്ത് മാത്രമേ ഇൻഡിഗോ പൗഡർ ചേർക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മൾ അന്ന് അപ്ലൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അന്ന് ഒരിക്കലും ഇൻഡിഗോ പൗഡർ ചേർക്കരുത് കേട്ടോ. നമ്മൾ എപ്പോഴാണോ ചെയ്യുന്നത് ആ സമയത്ത് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർക്കണം. ഈ നീലമരിയുടെ കളറ് പെട്ടെന്ന് മുടിയിൽ പിടിക്കാൻ അത് സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ നന്നായി തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തലേ ദിവസം ഷാമ്പു വാഷ് ചെയ്ത മുടിയിലേക്ക് വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി ഞാൻ മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് 2 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ കുളിക്കുന്നത്. അത് അപ്ലൈ ചെയ്താൽ നമ്മൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ ഒരു ഷവർ ക്യാപ്പോ മുടിയിൽ എന്തായാലും ഇടണം. കാരണം ഇപ്പം കണ്ടോ ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞിട്ടും എൻ്റെ മുടി ഒട്ടും ഡ്രൈ ആയിട്ടില്ല. അപ്പോഴാണ് നമ്മൾക്ക് ഇത് നന്നായി മുടിയിൽ പിടിക്കുക. നമ്മൾ ഫാനിൻ്റെ അടിയിലോ ഒക്കെ ഇരുന്ന് പെട്ടെന്ന് ഉണക്കിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നല്ലൊരു കളർ നമുക്ക് മുടിയിൽ കിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഇതുപോലെ ആകുമ്പം നന്നായി തന്നെ മുടിയിൽ പിടിക്കും. ഇനി ഞാൻ കുളി കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് കൂടി നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ ഞാൻ കുളി കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ്. മുടിയൊക്കെ നന്നായി കറുത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും കുറച്ച് സ്ഥലത്തൊക്കെ നമുക്ക് കുറച്ചൊരു ഓറഞ്ച് കളർ പോലെ തോന്നും. അത് പക്ഷേ പിറ്റേ ദിവസം ഉണങ്ങി കഴിയുമ്പം അത് തീരെ കാണില്ല കേട്ടോ. ഇത് നനഞ്ഞിരിക്കുമ്പോൾ മാത്രമേ ഇത് കാണുള്ളൂ. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ഇത് നന്നായി തന്നെ നമ്മളെ മുടിയിൽ പിടിക്കുകയുള്ളൂ ഈ കളറൊക്കെ. അതുകൊണ്ടാണ് 2 ദിവസത്തിന് ശേഷം മാത്രമേ നമ്മൾ ഷാമ്പു വാഷ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇത് ശരിക്കും നമ്മളെ മുടിയിൽ പിടിക്കണമെങ്കിൽ 2 ദിവസം കഴിയും കേട്ടോ. അതിന് ശേഷമേ നമ്മൾ ഒരിക്കലും ഷാമ്പു ചെയ്യാൻ പാടുള്ളൂ. ഒരു ദിവസം കഴിഞ്ഞ് മുടി ഉണങ്ങിയതിലെ റിസൾട്ട് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടോ കുറച്ച് ഇവിടെയൊക്കെ ഒരു ഓറഞ്ച് കളറില്ലേ, അത് നമുക്ക് ഉണങ്ങി കഴിയുമ്പോൾ തീരെ ഉണ്ടാവില്ല കേട്ടോ. ഇതാ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ ഇതാ എൻ്റെ മുടി ഞാൻ പിറ്റേ ദിവസം കുളിക്കാൻ പോകുമ്പോഴുള്ള മുടിയാണ്. ഇപ്പോൾ അതിൽ അങ്ങനെ ഓറഞ്ച് കളറോ അങ്ങനെ ഒന്നും നമുക്ക് കാണുന്നില്ല. പിന്നെ ഞാൻ ഷാമ്പു വാഷ് ചെയ്തിട്ടില്ല കേട്ടോ, ഓയിലും അപ്ലൈ ചെയ്തിട്ടില്ല. ഒരു ദിവസം കഴിഞ്ഞിട്ട് മാത്രമാണ് ഞാൻ ഓയിൽ അപ്ലൈ ചെയ്യുന്നത്. തലേ ദിവസം ഞാൻ നന്നായി ഓയിൽ അപ്ലൈ ചെയ്ത് ഷാമ്പു വാഷ് ചെയ്യാറാണ് പതിവ്, എപ്പോഴും എണ്ണയൊക്കെ ഇടുന്നതിന് മുന്നേ. പിന്നെ എത്ര ദിവസം നമ്മുടെ മുടിയിൽ ഇടായി നിൽക്കുന്നൊന്നും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. അത് ഓരോരാൾക്കും ഓരോ രീതിയിലായിരിക്കും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.